മോനെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ? ചിക്കൻ സൂപ്പ്. എന്താണ്? ചിക്കൻ സൂപ്പ്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇടുക. അതുപോലെ തന്നെ ക്യാരറ്റും ഉള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. ഏകദേശം ഒരു 3 വിസിൽ, 2 വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 വിസിൽ വന്നാൽ നമുക്ക് തുറന്ന് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. പക്ഷെ 3 വിസിൽ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അത്രക്കൊന്നും ഇതായിട്ടില്ല. പിന്നെ ഒരു 5 വിസിൽ വന്നിട്ടുണ്ട്. 5 വിസിലാണ് അതിൻ്റെ പാകം. അങ്ങനെ തുറന്ന് ആ ചിക്കൻ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് പണിയെടുത്ത് ഇനിയാണ് രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. മാറ്റിയ ചിക്കൻ്റെ വെള്ളം, അതുപോലെ തന്നെ ചെറിയ ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, കോൺഫ്ലവർ, മുട്ട, നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കന്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ വാർന്നിട്ട് പാൻ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ വേവിക്കുന്ന ക്യാപ്സിക്കം, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ, ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കം അതുപോലെ തന്നെ ചിക്കൻ അധികം ഒരു വേവ് വേണമെന്നില്ല, നമ്മൾ ഓൾറെഡി ചിക്കനിൽ വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് രണ്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചേർക്കണോ, കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും നമ്മൾ ആവശ്യാനുസരണം അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ച ഇതുണ്ടല്ലോ ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലോണം വഴറ്റിയിട്ട് അതാ ചിക്കൻ്റെ വെള്ളം അതും ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലവർ അതുപോലെ തന്നെ മുട്ടേൻ്റെ മഞ്ഞ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. കോൺഫ്ലവറിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ കുറച്ചും കൂടി ഈ നമ്മളെ സൂപ്പിൻ്റെ ഒരു നല്ലൊരു കട്ടിയാവും. കുറച്ച് വെള്ളം ഒഴിച്ച് കോൺഫ്ലവർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അന്ന് മുട്ടയും നല്ലോണം ഇളക്കിയിട്ട് അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്താൽ നമ്മൾ സൂപ്പ് റെഡിയായി. അത് പിന്നെ കൂട്ടിക്കൊണ്ടൊരാവശ്യം മാത്രമേ ഉള്ളൂ. നമുക്കത് ടേസ്റ്റ് നോക്കാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 100-150 ചിക്കൻ വാങ്ങിയാൽ ഒരു 3 പേർക്ക് സുഖസുന്ദരമായിട്ട് കുടിക്കേണ്ട ഒരു സൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം റെഡിയായി ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി നമ്മൾ അത് കഴിക്കേണ്ട പരിപാടിയിലാണുള്ളത്. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് സെർവ് ചെയ്ത് സൂപ്പറാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ബാഗുന്ത് ചാലാ ബാഗുന്ത് ബാബു, സൂപ്പർ. വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അടിപൊളി. എല്ലാവരും ഫീഡ്ബാക്ക് അയക്ക്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്.